ഇന്നലെ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനം അത് അതീവ ഗുരുതരമായ സാഹചര്യം നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുകയാണ്. ഷാഫി ജയിക്കുമെന്ന ഉറപ്പ് ഒരു വലിയ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു വന്നു. ഇവിടെ ജനങ്ങളൊക്കെ നിഷ്പക്ഷമതികളും എല്ലാ ആളുകളും ഷാഫിക്കൊപ്പമാണ്, UDF-നൊപ്പമാണ് എന്ന് വടകരയിൽ നിങ്ങൾക്കൊക്കെ അറിയാം. മാധ്യമപ്രവർത്തകരോട് ഞാൻ പറയേണ്ടതില്ല. വലിയൊരു ഓളം വന്നപ്പോൾ അത് ഭയപ്പെട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ള ഇന്നലെ ഇപ്പോൾ 10ഓളം സ്റ്റീൽ ബോംബുകൾ അവിടെ പരിസരത്ത് നിന്ന് പിടിച്ചെടുത്തു. ഇത് ആർക്ക് വേണ്ടിയാണ്? എന്താണ് ഇതിൻ്റെ ഗൂഢാലോചന? വടകര പാർലമെന്റ് മണ്ഡലത്തിലെ പാനൂർ മേഖലയിലെ മുഴുവൻ പാർട്ടി ഓഫീസുകളും പോലീസ് റെയ്ഡ് നടത്തണം. ഇവരുടെ ആയുധശേഖരം, ബോംബ് ശേഖരം കണ്ടെത്താൻ ഗൗരവതരമായ നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഉണ്ടാകണം. ജനങ്ങൾ ഭീതിയിലാണ്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇപ്പം തന്നെ ഉടനെ പാർട്ടി സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരികയാണ്. സ്ഫോടനം നടന്ന് ആള് കൊല്ലപ്പെട്ട് ബോഡി ആശുപത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് റിപ്പോർട്ട് വരുന്നത് പാർട്ടി തള്ളി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അപലപിക്കുന്നു, ഞങ്ങളുമായി ബന്ധമില്ല. ഇതൊക്കെ നമ്മൾ മറക്കണം. ഇതേ സംഭവമാണ് ഇവിടെ അതേ പഞ്ചായത്തിൽ, കുന്നോത്ത് പറമ്പ് പഞ്ചായത്തിൻ്റെ ബോർഡറായ ചെറ്റക്കണ്ടി പ്രദേശത്ത് 4 വർഷം മുമ്പ് 2 പേര് ഇതുപോലെ ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ടിരുന്നു. ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ട 2 പേരും പാർട്ടി പിറ്റേ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ വന്നു. പാർട്ടി സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ അപലപിക്കുന്നു, ഞങ്ങളുമായി ബന്ധമില്ല. ഇന്നലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞ അതേ സെന്റൻസ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. 1 വർഷം കഴിഞ്ഞപ്പോൾ നമ്മളവിടെ കാണുന്നത് ഈ 2 ആളുടെ പേരിലും വലിയ സ്മാരകം ഉയർന്നു വരുന്നതാണ് കാണുന്നത്. വലിയ സ്മാരകം. ഇപ്പോൾ കഴിഞ്ഞ വർഷം ആ 2 രക്തസാക്ഷികളുടെ അനുസ്മരണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരിപാടി വെച്ചിട്ട് MB ജയരാജനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു 6 മാസം 1 വർഷം കഴിയുമ്പോഴേക്ക് ഇവർ രക്തസാക്ഷികളാണ്, ധീര രക്തസാക്ഷികളാണ്. അവർക്ക് വേണ്ടി സ്മാരകം ഉയർത്തും. അവർക്ക് വേണ്ടി അത്യാവശ്യം പല വ്യഞ്ജനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിച്ചു കൊടുക്കും. അങ്ങനെ എത്തിച്ചു കൊടുത്തത് കൊണ്ട് ഇങ്ങനെ തള്ളിപ്പറഞ്ഞ ആളുകളെ ഈ CPM-ന്റെ പേര് പറഞ്ഞ് ഈ കുട്ടികളെയൊക്കെ പലതിനും അടിമയാക്കി ക്രിമിനലുകളാക്കി മാറ്റി അവസാനം പൊട്ടിത്തെറിച്ചു പോയാൽ തള്ളിക്കളയുന്ന, ഞങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപലപിക്കുന്ന ഈ ഒരു രീതി, ഇതൊക്കെ ഒന്നും മാറണ്ടേ? എത്ര ആളുകളാണ്, എത്ര കുടുംബമാണ്? അതുപോലെ തന്നെ ഒരു 4 വർഷം മുമ്പ് ഇതേ സ്റ്റീൽ ബോംബ് കണ്ണൂർ ടൗണിൽ നിങ്ങൾക്കറിയാം. ഇതൊക്കെ വലിയ ഒരു സാമൂഹ്യ പ്രശ്നമല്ലേ? കണ്ണൂർ ടൗണിൽ ആക്രി കച്ചവടം നടത്തുന്ന 2 ആസാമിൽ നിന്ന് വന്ന ഒരു അച്ഛനും 2 മക്കളും, ഈ അച്ഛനും മക്കളും ആക്രി പെറുക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു സ്റ്റീൽ പാത്രം കിട്ടി, കനമുള്ള പാത്ര. അപ്പോൾ മക്കളെന്ത് വിചാരിച്ചു? അച്ഛനും വിചാരിച്ചു എന്തോ സാധനം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവരിത് കൊണ്ടുപോയി ഭദ്രമായി അവർ താമസിക്കുന്ന ആ ചെറിയ കൂരയിൽ വെച്ച് ഇത് പൊട്ടിക്കുകയാണ്. അപ്പോൾ അച്ഛനും ഒരു മകനും ഇത് പാത്രം തുറക്കാനുള്ള ശ്രമത്തിനിടെ ഈ പൊട്ടിത്തെറിച്ച് 2 പേര് മരണപ്പെട്ടു പോയി. അങ്ങനെ മരണപ്പെട്ട് പോസ്റ്റ്മോർട്ടം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഒരു വാർത്ത വരിക ചാനലിലൊക്കെ, ഒരു കുട്ടി കണ്ണൂർ ടൗണിൽ തെരുവോരത്ത് ആരോരുമില്ലാതെ കലങ്ങിയ കണ്ണുമായി ഭക്ഷണം കഴിക്കാതെ ദാഹജലം പോലും ലഭ്യമല്ലാത്ത രൂപത്തിൽ വഴിയോരത്ത് കിടക്കുകയാണ്. കുട്ടിക്കൊന്നും അറിയില്ല ഇത് ഈ ഇളയ കുട്ടിയായിരുന്നു, മരിച്ചുപോയ ഈ ആസാമിലെ ഈ 2 ആളുകളിലെ ഇളയ കുട്ടിയായിരുന്നു. ആ കുട്ടിയെ പിന്നെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ, കുട്ടിക്ക് നാട്ടിൽ പോകാനോ കുടുംബത്തെ നോക്കാനോ കുടുംബത്തിലെത്തിക്കാനോ ഒന്നും ഒരു സാഹചര്യമില്ലാത്തൊരു അവസ്ഥ വെച്ചു. ഇങ്ങനെ നാട്ടിൽ ഒരുപാട് വിഷയങ്ങളുണ്ടാകാണ്. അതുകൊണ്ട് ഇതിനെതിരെ ഇതൊരു അവസാനത്തെ ബോംബ് നിർമ്മാണവും അവസാനത്തെ ബോംബ് പൊട്ടലും ആകണം. അതിനെതിരെ ശക്തമായ UDF നാളെ പഞ്ചായത്ത് ആസ്ഥാനങ്ങളിൽ, നാളെ 4:30 UDF RMBI നേതൃത്വത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടക്കും. ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM-ന്റെ ഈ ശ്രമത്തിനെതിരെ ശക്തമായ എല്ലാ ആളുകളുടെയും സഹകരണം ഉണ്ടാകണം. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും
ഞങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നില്ല. കാരണം പോലീസ് CPM-ന്റെ മൂട് താങ്ങികളായി നിൽക്കുന്ന ഒരു കാഴ്ചയുള്ളത്. അതുകൊണ്ട് ജാഗ്രത, എല്ലാ ആളുകളും ജാഗ്രത പാലിക്കണം എന്ന് കൂടിയാണ് ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്.